ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. നെയ്യപ്പാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് അരി ഞാൻ ഉതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അരഞ്ഞ് വന്നതിൻ്റെ ശേഷം കുറച്ച് നമ്മൾ നോക്കണം കേട്ടോ. തരി ഉണ്ടാവും നോക്കണം, നല്ല തരി വേണം. പിന്നെ നമ്മൾ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് മൈദ കേട്ടോ ഞാൻ ചേർക്കണേ. നമ്മൾ ആ ഒഴിച്ച് കൊടുക്കുന്ന മാവിൻ്റെ പാത്രത്തിൽ തന്നെ മൈദ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാവ് അയിക്ക് ഒഴിച്ചിട്ട് നല്ല കട്ടയില്ലാതെ നമ്മളെ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വിസ്കറ്റാണ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരണത്തിന് മാവിൻ്റെ ലൂസിനനുസരണത്തിന് നമ്മൾ ശർക്കര പാനിയോ വെള്ളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളെ പരുവ ആവോളം കേട്ടോ. നല്ല ലൂസായി പോകരുത് കേട്ടോ, പിന്നെ നെയ്യപ്പം നന്നാവില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട് കേട്ടോ, പരുവായിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഞാൻ പപ്പടമാണ് ചേർക്കാൻ വിചാരിച്ച് മറന്നുപോയി. പിന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നിട്ടോ പപ്പടം. പിന്നെ ആവശ്യത്തിന് പിന്നെ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചതും ഏലക്ക 2 ഇട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു എത്ര മിനിറ്റ് ആണെങ്കിൽ എത്ര മണിക്കൂറായി നമുക്ക് വെക്കാം കേട്ടോ. വെക്കണതിനനുസരിച്ച് മാവ് നന്നാവുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. മൈദ കൂട്ടുന്നതുകൊണ്ട് നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മൈദ കൂട്ടേണ്ടത്. ഇപ്പം എണ്ണ ചൂടായിട്ട് നമ്മൾ നെയ്യപ്പം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലെയിം നല്ല കൂട്ടിയിടരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ഫ്ലെയിം ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം പൊട്ടിപ്പോവും കേട്ടോ. നമ്മൾ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല സോഫ്റ്റുള്ള നെയ്യപ്പാട്ടോ. നമ്മൾ നെയ്യപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പ് അരി എടുത്തിട്ടുള്ളതിന് ശേഷം നല്ല സോഫ്റ്റ് ഉണ്ട്. ഇന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. നല്ല സിമ്മിലും അല്ല, ആവശ്യത്തിന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ നമ്മളെ നെയ്യപ്പം റെഡി ആവും കേട്ടോ. നല്ല സൂപ്പർ നെയ്യപ്പാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.